രാജ്യം വളരെ സുപ്രധാനമായൊരു സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കും രാജ്യവികസനവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നു. സംസ്ഥാനത്തെ കാഴ്ചകളൊന്നും വ്യത്യസ്തമല്ല. കേരളത്തിലും വളരെ വിപുലമായി തന്നെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ നടക്കുകയാണ്. വന്ദേമാതര വിവാദങ്ങൾ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ ആഘോഷ ചടങ്ങുകൾ എല്ലായിടങ്ങളിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രധാനമായും ചില 7 വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള വളരെ വിപുലമായ രീതിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സംസാരിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ സാധ്യതകൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം, ഇന്ത്യ ഒരു ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിന് സുപ്രധാനമായ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷമടക്കം നമ്മുടെ മേഖലകളെ എത്ര കണ്ട് ഗുരുതരമായി ബാധിച്ചു എന്നത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് സംബന്ധിച്ച് ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നത്. 5 പുതിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനും 200 ജിഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുമാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് എന്നതാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഇത് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധികളെ എക്കാലവും മറികടക്കാനാവുന്ന പുതിയ ചില പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ 2047 तक हम 100 गीगावाट न्यूक्लियर पावर का लक्ष्य लेकर के चल रहे हैं. इसी एक दशक में हम 5 नए न्यूक्लियर रिएक्टर शुरू करने का लक्ष्य लेकर के चल रहे हैं. इस वर्ष भारत ने फास्ट ब्रीडर न्यूक्लियर टेक्नोलॉजी में महारत हासिल करके एक अहम पड़ाव पार किया है और उसके कारण परमाणु ईंधन में आत्मनिर्भर बनने की दिशा में हमें एक बहुत बड़ा सफलता का कदम हमने रखा है. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളാണ് നമ്മുടെ രാജ്യം കടന്നുപോയത്. നമുക്ക് ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുന്നു, അടുക്കളകളിൽ ഗ്യാസ് ഇല്ല, അടുക്കളകൾ പ്രതിസന്ധിയിലാവുന്നു. ഇങ്ങനെ ഗുരുതരമായ സാഹചര്യമുണ്ടായി. അപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്രോൾ, ഡീസൽ, LPG എന്നിവ ഇനി ലഭിക്കുകയില്ലെന്ന് ചിലർ ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും പ്രധാനമന്ത്രി ആരോപിക്കുകയാണ്. ആവശ്യത്തിന് ഊർജ്ജ വിതരണം ഉറപ്പാക്കി സർക്കാർ ആരോപണങ്ങൾ തെറ്റായി തെളിയിച്ചു. രാജ്യത്ത് ഗ്യാസ്, ഇന്ധനം, യൂറിയ എന്നിവയുടെ ക്ഷാമമില്ല എന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. वेस्ट एशिया का क्राइसिस आया, पेट्रोल पंप पे पेट्रोल नहीं मिलेगा, गैस नहीं मिलेगा, डीजल नहीं मिलेगा, फर्टिलाइजर नहीं मिलेगा. सारी दुनिया भर की अफवाहें फैला करके भारत के लोगों को भयभीत करने का, डराने का, चिंता के अंदर डुबो देने का कुछ लोगों को आनंद आ रहा था. लेकिन देश ने देख लिया कि पिछले 10-12 साल की सुविचारित योजनाएं रंग ला रही है और हम इतने बड़े संकट के बावजूद भी नागरिक देवो भव के मंत्र को लेकर के जीते हुए भारत ने जो तैयारियां की थी, एक के बाद एक कदम उठाया था. सोचा नहीं था कि संकट आएगा, लेकिन उस संकट के समय में ये सारी चीजें काम आ गई और आज देश में गैस भी है, पेट्रोल भी है, यूरिया भी है. നമുക്കറിയാം, പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി കടന്നു വരികയും BJP കേന്ദ്ര അധികാരത്തിലേക്ക് വരുമ്പോഴും അവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം വികസിത് ഭാരതം എന്നതാണ്. വികസിത് ഭാരതം 2047 പൂർത്തിയാകുമെന്നതാണ് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ആ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് 7 പ്രധാനപ്പെട്ട മേഖലകളിലെ ഊന്നി നൽകിയിട്ടുള്ള സപ്തധാര പദ്ധതിയും പ്രധാനമന്ത്രി വിവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ വലിയ ചർച്ചകൾക്കിട വയ്ക്കുന്ന ചില പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. हमें रिफॉर्म की गति को भी आगे बढ़ाना है और जब मैं रिफॉर्म की बात कर रहा हूं, रिफॉर्म नहीं हमारे लिए कोई कंपल्सन है, नहीं रिफॉर्म ये हमारे के लिए कोई बजबड़ है. हमारे लिए रिफॉर्म ये कन्विक्शन है. आउट ऑफ कन्विक्शन हम रिफॉर्म एक्सप्रेस पर चल पड़े हैं और हम आने वाले दिनों में भी नेक्स्ट लेवल रिफॉर्म की ओर बढ़ने वाले हैं. और इसलिए सरकार, समाज, उद्योग
उत्पादक, किसान, हर किसी ने अपनी ट्रेडिशनल व्यवस्थाओं में रिफॉर्म करना पड़ेगा, सोच में रिफॉर्म करना होगा, अपने लक्ष्यों को रिफॉर्म करना होगा। और इसलिए मेरे प्यारे देशवासियों, हमें एक निश्चित दिशा में को लेकर के चलना होगा। मैं आज उस युग को भी याद करना चाहूंगा जब देश, भारत का सामर्थ्य सप्त सिंधु के रूप में हम जानते थे, हम समझते थे, हम सुनते थे। अब विकसित भारत बनाने के लिए हमें नई धारा चाहिए। आज लाल किले की प्राचीर से मैं देश के सामने शक्ति की सप्त धारा का आवाहन करता हूं। आने वाले 5-7 साल में जो पिछले 5-7 दशक में नहीं हुआ, वो सप्त धारा के सामर्थ्य से, शक्ति से हम देश को नई ऊंचाई, नई गति देंगे और नए लक्ष्यों को पार करने वाला सामर्थ्य देंगे। പ്രധാനമന്ത്രിയുടെ മറ്റു ചില വാക്കുകൾ കൂടി നോക്കാം. ഇന്ത്യ ഒരു നവീകരണ കേന്ദ്രമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി, റോബോട്ടിക്സ്, ബഹിരാകാശം, ക്വാണ്ടം, ഡാറ്റാ സെന്ററുകൾ എന്നീ രാജ്യമേഖലകളിൽ രാജ്യം വലിയ മുന്നേറ്റം നടത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ ഈ ചെറിയ സ്വപ്നങ്ങളാൽ നയിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വലിയ സ്വപ്നങ്ങൾ കാണണം, കാരണം വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ചിന്തയെ വികസിപ്പിക്കുകയും കാഴ്ചപ്പാടിന്റെ ചക്രവാളങ്ങൾ വിശാലമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. 2036 में जो ओलंपिक होगा, हम चाहते हैं कि वो भारत में हो, लेकिन 2036 में जिन विधाओं में आज भारत खेलता नहीं है, जिन विधाओं में भारत क्वालिफाई नहीं करता है, जिन स्पर्धाओं में भारत ने छोड़ के रखा है, 3/4 हिस्सा हमारे इंतजार कर रहा है। भारत उस पर बल देगा और इसके लिए हम टैलेंट हंट का एक अभियान भी चलाना चाहते हैं। हमें अगर 2036 के लिए खिलाड़ी चाहिए तो आज जो 5 साल, 10 साल, 15 साल की उम्र के नौजवान हैं, बेटे हैं, उनके तरफ ध्यान देना होगा, उन बेटियों पर ध्यान देना होगा। और इसलिए 5 से 15 उम्र के बच्चों में खेल प्रतिभा ढूंढने के लिए गांव-गांव, शहर-शहर, स्कूल-स्कूल एक टैलेंट हंट का अभियान चलाया जाएगा। बच्चों की प्रतिभा को देखा जाएगा और फिर उनको स्पेशल ट्रेनिंग दे करके देश के लिए खेलने वाले अच्छे खिलाड़ी बनाए जाएंगे. മറ്റൊരു വിഷയം നക്സലിസമാണ്. രാജ്യത്തിന് ഭീഷണിയായ നക്സലിസം പൂർണ്ണമായി തുടച്ചു നീക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു. 4 ദശകമായി രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു അത്. 3500ഓളം ധീരരായ സുരക്ഷാ സൈനികരെയാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ രാജ്യത്തിന് നഷ്ടമായതെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. ये नक्सलवाद ने धरती को लहूलुहान कर दिया था. 2014 में आपने जब हमें मौका दिया, उसी दिन हमने संकल्प लिया था कि हम देश को नक्सलवाद से मुक्त करेंगे. और आज मुझे खुशी है कि नक्सली माओवादी हिंसा आखिरी सांस भी शायद रहने की अब तो ताकत नहीं रही है. पूरी तरह उसे खत्म करने की दिशा में जहां पर कभी नक्सलवादियों की गोलियां चलती थी, जहां पर कभी धरती रक्त रंजित रहा करती थी, आज उसी नक्सल क्षेत्रों में, उसी इलाकों में नक्सल मुक्त होने के कारण विकास, विश्वास और प्रयास का तिरंगा लहरा रहा है. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.